എല്ലാവരും രണ്ട് കൈകളും ഉയർത്തി ഒരുമിച്ച് വിളിച്ചാരാധിക്കാം. ഒന്ന് ചേർന്ന് ആരാധിച്ച് ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ കർത്താവേ കൈകൾ കൂപ്പിക്കൊണ്ട് ഒന്ന് ചേർന്ന് ആരാധിച്ച് കർത്താവിനെ വിളിച്ചാരാധിച്ച് പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും സ്നേഹമുള്ളവരെ, ആത്മജ്വാല ദൈവിക വചന ആരാധന ശുശ്രൂഷയിൽ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് യേശു മിശിഹ കൂട്ടിക്കൊണ്ടുവന്ന് വലിയ ദൈവാനുഗ്രഹങ്ങൾ വർഷിക്കാൻ തിരുമനസ്സായിരിക്കുകയാണ്. ഈ അനുഗ്രഹീതമായ നിമിഷങ്ങളിൽ ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൈവവചനം പുറപ്പാട് പുസ്തകത്തിൽ നിന്നാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിലെ 11 മുതലുള്ള ഏതാനും തിരുവചന ഭാഗങ്ങളാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗങ്ങളിലൂടെ ഈശോ നമ്മളോട് ആത്മീയമായ ഒരു വലിയ മർമ്മം പങ്കുവെക്കുകയാണ്, നമുക്ക് പറഞ്ഞു തരികയാണ്. അതെങ്ങനെയാണ്? ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലും കരുത്തുള്ളവരായിരിക്കണം, കാരണം കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലും നമ്മൾ കരുത്തുള്ളവരായിരിക്കണം, കാരണം കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. എന്താ അങ്ങനെ പറയുന്നത്? ഈ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 11-ാം വചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇസ്രായേൽക്കാർ മോശയോട് ചോദിച്ചു, ഈജിപ്തിൽ ശവക്കുഴികൾ ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ കിടന്ന് മരിക്കാൻ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്? നീ എന്താണ് ഞങ്ങളോട് ചെയ്തിരിക്കുന്നത്? ഇങ്ങനെ പറഞ്ഞ് അവരെല്ലാവരും കൂടെ മോശയെയും ഒപ്പം അഹ്റോനെയും ശപിക്കുകയും പ്രാകുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. അതിൻ്റെ സന്ദർഭം നമുക്കറിയാം. എല്ലാ ഇസ്രായേൽക്കാർ മുഴുവനും കൂടി ഈജിപ്തിൽ നിന്നും പുറപ്പെട്ട് ചെങ്കടലിൻ്റെ അടുത്തെത്തി. ചെങ്കടൽ കടക്കാൻ പറ്റുമോ എന്ന് പേടിച്ച് അവരിങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് പുറകിൽ നിന്നും വലിയൊരു സ്വരം കേൾക്കുന്നത്. ഈജിപ്ഷ്യൻ പട്ടാളം മുഴുവൻ ആർത്തിരമ്പി വരുന്നു. അത് വചനം ആ 14-ാം അധ്യായം 9-ാം വചനത്തിൽ കാണുന്നുണ്ട്. ഫറവോയുടെ തേരുകളും കുതിരകളും കുതിര പടയാളികളും സൈന്യം മുഴുവനും ഇതാ പിന്നിൽ നിന്ന് പാഞ്ഞടുക്കുകയാണ്. അവരുടെ സ്വരം കേട്ട് അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ, ഇസ്രായേൽ ജനം നോക്കിയപ്പോൾ, ഇതാ ഈജിപ്ഷ്യൻ പടയാളികൾ മുഴുവനും കുതിരകളും തേരുകളും കുന്തവും വാളുമായിട്ട് വരുന്നു. മുന്നിൽ വലിയ കടൽ. ഇവിടെ കിടന്ന് ചാകേണ്ടി വരും, അവർ ഞങ്ങളെയൊക്കെ കൊന്നുകളയൊന്ന് പേടിച്ചപ്പോൾ ഇസ്രായേൽക്കാർ മുഴുവൻ മോശയ്ക്കെതിരെ പിറുപിറുത്തു, അഹ്റോനെതിരെ കുറ്റം പറഞ്ഞു. അപ്പോൾ ഒന്നാമതായിട്ട് ഇന്ന് നമുക്ക് കർത്താവ് പറഞ്ഞു തരുന്ന സന്ദേശം ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. ഒരിക്കലും നമ്മൾ
ശപിക്കരുത്, പ്രാകരുത്, കുറ്റപ്പെടുത്തരുത്. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോഴത്തേനും ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഒത്തിരിയേറെ ആളുകൾ മറ്റുള്ളവരെ ശപിക്കും, അവരെ പ്രാകും, അവരെ കുറ്റപ്പെടുത്തും. അല്ലെങ്കിൽ നീ കാരണമാണ് എനിക്കിങ്ങനെ പറ്റിയത്, നീ പറഞ്ഞത് കേട്ടതുകൊണ്ടാണ് ഇപ്പോഴും എൻ്റെ ജീവിതം ഇങ്ങനെ ആകെ അസ്വസ്ഥമായത്, ഞാൻ പറഞ്ഞതല്ലായിരുന്നു, ഇങ്ങനെയൊന്നും വേണ്ട എന്ന് ഇങ്ങനെ തൊടുന്നതിന് മുഴുവൻ ശപിക്കുന്നു, പ്രാകുന്നു, കുറ്റപ്പെടുത്തുന്നു. ഏത് പ്രതിസന്ധിയിലും കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവർ ഒരിക്കലും ഒരാളെയും കുറ്റപ്പെടുത്തില്ല, നേരെ മറിച്ച് വിശ്വാസത്തോടെ പ്രതിസന്ധികളെ തരണം ചെയ്യുകയുള്ളൂ. ഒന്നാമതായിട്ട് അതുകൊണ്ട് കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നു, ഒരിക്കലും ശപിക്കരുത്, കുറ്റപ്പെടുത്തരുത്, പ്രാകരുത്. രണ്ടാമത്തെ സന്ദേശം പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് പറഞ്ഞു തരുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം 14 അധ്യായത്തിലെ 13 വചനമാണ്. 13 വചനം നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത് ഇപ്രകാരമാണ്: മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകര കൃത്യം നിങ്ങൾ കാണും. അതായത് പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിലായാലും നമ്മുടെ ജീവിതത്തിലായാലും ചില കാലഘട്ടങ്ങളിലും ചില സമയങ്ങളിലും പ്രതിസന്ധികൾ ഉണ്ടാകും. ചിലപ്പോൾ അത് വലിയ പ്രതിസന്ധിയാകും, ചിലപ്പോൾ ചില താരതമ്യേന ചെറുതാകും. എന്തെങ്കിലും ആകട്ടെ, ഏത് തരത്തിലുള്ളതായാലും രോഗത്തിൻ്റെ രൂപത്തിലോ പരാജയത്തിൻ്റെ രൂപത്തിലോ കുറ്റപ്പെടുത്തലുകളുടെയോ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഏത് തരത്തിലുള്ളതായാലും പ്രതിസന്ധികൾ ഉണ്ടാകും. ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് വചനം നമുക്ക് പറഞ്ഞു തരുന്നു. ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ദൈവിക പദ്ധതികൾ അതിലൂടെ വെളിപ്പെടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, ഒരു വിഷമം ഉണ്ടാകുമ്പോൾ അതിൽ തകർന്നടിഞ്ഞ് തരിപ്പണമാകാൻ വേണ്ടിയിട്ടല്ല, നേരെ മറിച്ച് അതിലൂടെ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ കൂടുതൽ 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 വെളിപ്പെടാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് വചനം നമുക്ക് ഈ തിരുവചനത്തിലൂടെ വ്യക്തമായി ബോധ്യപ്പെടുത്തി. ഇസ്രായേൽക്കാർക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായത് അവരെല്ലാവരും കൂടെ ഒന്നുകിൽ കടലിൽ മുങ്ങിച്ചാകാനോ അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ പട്ടാളത്തിൻ്റെ വെട്ടേറ്റ് ചാകാനോ അല്ലായിരുന്നു. നേരെ മറിച്ച് അവിടെ ദൈവത്തിൻ്റെ രക്ഷാകരമായ പ്രവൃത്തി, അവരെക്കുറിച്ചുള്ള പദ്ധതി അതിൻ്റെ 100% പ്രകടമായി കാണാനുള്ള ഒരു പ്രവൃത്തി മാത്രമായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അത് ദൈവത്തിൻ്റെ പദ്ധതി, അത് പ്രവർത്തിക്കാനും പ്രകടമായി കാണാനുള്ളതാണ്. മൂന്നാമതായിട്ട് വചനം നമുക്ക് പറഞ്ഞു തരുന്നത് 14 അധ്യായം 14 വചനത്തിൻ്റെ 2 ഭാഗമാണ്. അതെങ്ങനെയാണ്? കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. അതായത് ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നമ്മൾ ശാന്തത കൈവെടിയരുതേ എന്ന്. നമ്മൾ അങ്ങേയറ്റം ടെമ്പറോടുകൂടി പ്രവർത്തിക്കരുത്, പറയരുത്, ജീവിക്കരുത് എന്ന്. ചില പിള്ളേരെന്നല്ല മുതിർന്നവരും ഒക്കെ ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തെ അവർ പൊട്ടിത്തെറിക്കുന്നത് കാണാം. നിമിഷ നേരം കൊണ്ട് പൊട്ടിത്തെറിക്കും. ഇങ്ങനെ പടക്കം പൊട്ടുന്നത് പോലെ, വെയിലത്ത് വെച്ചിട്ട് കത്തിക്കുന്ന പടക്കം പൊട്ടുന്ന പോലെ പടപടാന്ന് പൊട്ടിത്തെറിക്കും തൊടുമ്പത്തേനും. ദൈവം ഇന്ന് നമുക്ക് നൽകുന്ന മൂന്നാമത്തെ ശക്തമായ സന്ദേശമാണ്, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നമ്മൾ ശാന്തത കൈവെടിയരുതേ എന്ന്. ശാന്തരായി ജീവിക്കണം. കാരണം കർത്താവ് നമുക്ക് വേണ്ടി നിലകൊള്ളുമെന്ന് ഉറപ്പായും നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം അത് നമ്മളെ വലിയ ആപത്തിലേക്ക്, അപകടത്തിലേക്ക് നയിക്കുകയുള്ളൂ. അതുകൊണ്ട് ശാന്തത കൈവിടരുത്. ഇനി നാലാമതായിട്ട് കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം 14 അധ്യായത്തിലെ 16 വചനമാണ്. മോശയോട് ദൈവം പറയുന്നത് എങ്ങനെയാണ്? കർത്താവ് മോശയോട് പറഞ്ഞു, 15 വചനം തൊട്ട് വായിക്കുമ്പോൾ, നീ എന്തിന് എന്നെ വിളിച്ചിങ്ങനെ കരയുന്നു? നീ മുന്നോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക. എന്നിട്ട് പറഞ്ഞു, നിന്റെ വടി കയ്യിലെടുത്ത് കടലിന് മേതെ നീട്ടി അതിനെ വിഭജിക്കുക. അതായത് പ്രിയപ്പെട്ടവരെ, എന്നതാണ് ഈ വടി? ഇന്ന്
എന്നെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ച് ഈ വടി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാകുന്ന ആയുധമാണ്. പ്രാർത്ഥനയാണ്, ശക്തമായ പ്രാർത്ഥന. പിന്നെ എന്തിനാ പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിനെയോർത്ത് അങ്ങേയറ്റം അസ്വസ്ഥപ്പെടുന്നത്, വിഷമിക്കുന്നത്, കരയുന്നത്, നിരാശപ്പെടുന്നത്? പ്രാർത്ഥനയാകുന്ന വടി അത്ഭുതം പ്രവർത്തിക്കും. മോശയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആ വടി അത്യത്ഭുതം പ്രവർത്തിച്ചതുപോലെ പ്രാർത്ഥനയാകുന്ന വടി കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രാർത്ഥനയാകുന്ന ആയുധം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് തോന്നുമ്പോഴാണ്, അതിനെക്കുറിച്ച് മറന്നു പോകുമ്പോഴാണ് നമ്മളാകെ കരയുന്നത്, വെപ്രാളപ്പെടുന്നത്, അസ്വസ്ഥരാകുന്നത്. മോശയോട് ദൈവം പറഞ്ഞില്ലേ, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്, എന്തിനാ ഇങ്ങനെ കരയുന്നത്? നിൻ്റെ കയ്യിലൊരു ശക്തിയുള്ള വടിയില്ലേ, അതെടുത്ത് കടലിന് നേർക്ക് നീട്ടി അതിനെ വിഭജിച്ചോളാൻ. ഇതുപോലെ ഇന്ന് എന്നോടും നമ്മൾ ഓരോരുത്തരോടും പറയുന്നുണ്ട്. രോഗം വരുമ്പോൾ, കടബാധ വരുമ്പോൾ, നമ്മുടെ വീടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ആകപ്പാടെ കലഹമുണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഈശോ പറയുന്നുണ്ട്, നീ എന്തിനാ അതിനെക്കുറിച്ചോർത്ത് നിരാശപ്പെടുന്നത്? നിനക്ക് ഞാനൊരു ആയുധം തന്നിട്ടില്ലേ, പ്രാർത്ഥനയാകുന്ന വടി, പ്രാർത്ഥനയാകുന്ന ആയുധം. കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചോ രോഗത്തിൽ നിന്നും മുക്തി പ്രാപിക്കാൻ? കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചോ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടാൻ? കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചോ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും, കുടുംബത്തിലെ അസ്വസ്ഥതകളിൽ നിന്നും മോചനം പ്രാപിക്കാൻ? ഇതാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് യേശുമിശിഹ നമുക്ക് നൽകുന്ന ആയുധം, പ്രാർത്ഥനയാകുന്ന ആയുധം. ഇതിലൂടെ ഏത് പ്രതിസന്ധികളെയും ഈ കാലഘട്ടത്തിൽ തരണം ചെയ്യാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അതാണ് മോശയോട് പറഞ്ഞത്, നീ എന്തിനാ ഇങ്ങനെ മനപ്രയാസപ്പെടുന്നത്, ഇങ്ങനെ വിഷമിക്കുന്നത്? ഈ വടിയെടുത്ത് ആ പ്രതിസന്ധിയുടെ നേർക്ക് നീട്ടുക എന്ന്. ഇനി പ്രിയപ്പെട്ടവരെ, അഞ്ചാമത്തെയും അവസാനത്തെയുമായ സന്ദേശം ഇപ്രകാരമാണ്. അത് 14 അധ്യായം 16 വചനത്തിൽ 2 ഭാഗം. ഇങ്ങനെ മോശ ആ വടിയെടുത്ത് കടലിന് നേർക്ക് നീട്ടിയപ്പോൾ എന്ത് സംഭവിച്ചുവെന്ന്. ആ കടല് 2ആയി വിഭജിക്കപ്പെട്ടു. ഇസ്രായേൽക്കാർ മുഴുവനും അതിലൂടെ നടന്ന് അക്കരയ്ക്ക് കയറി. അപ്പോൾ ഓർക്കണം, അപ്പുറത്തും ഇപ്പുറത്തും മതിൽ പോലെ ഇതാ കടൽ നിൽക്കുന്നു, കടൽ വെള്ളം നിൽക്കുന്നു. എന്നാൽ ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ ഒരു കോട്ടവും വരാതെ അവർ അപ്പുറം കടന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴത്തെ നമ്മുടെ പ്രതിസന്ധികളെ ഇങ്ങനെ കർത്താവ് കടൽ വെള്ളത്തെ പുറകോട്ട് വലിച്ചു നീക്കിയതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ കർത്താവ് പുറകോട്ട് വലിച്ചു മാറ്റും. അതിനെന്താ വേണ്ടതെന്നോ? അടിയുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി. മോശയുടെ ധൈര്യം പോലെ, മോശയുടെ ശക്തി പോലെ, മോശയുടെ വിശ്വാസം പോലെയുള്ള വിശ്വാസത്തോടെ നമ്മൾ തീഷ്ണതയോടെ അടിയുറച്ച് പ്രാർത്ഥിച്ചാൽ മതി. കടൽ ജലത്തെ കർത്താവ് പുറകോട്ട് വലിച്ചതുപോലെ കർത്താവ് യേശുമിശിഹ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ പുറകോട്ട് വലിക്കും, നമ്മളെ മുന്നോട്ട് നയിക്കും. ഈശോ നമ്മളെല്ലാവരെയും അതിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഈ തുടർന്നുള്ള ആരാധനാ സമയത്ത് പ്രിയപ്പെട്ടവരെ, നമുക്ക് തീഷ്ണതയോടെ കർത്താവിനെ വിളിക്കാം. നമ്മുടെ കുടുംബത്തിലെയോ വ്യക്തി ജീവിതത്തിലെയോ ഏത് പ്രതിസന്ധിയുമാകട്ടെ, ദിവ്യകാരുണ്യമായ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അതിനെയൊക്കെ കർത്താവ് പുറകോട്ട് മാറ്റിക്കൊള്ളും. നമ്മളെ കർത്താവ് വിജയത്തിൻ്റെ പടവിലേക്ക് മുന്നോട്ട് നയിക്കും. നമുക്കതിനായിട്ട് ഇപ്പോൾ എഴുന്നേറ്റ് നിന്ന് 2 കൈകളെ ഇങ്ങനെയൊന്ന് തുറന്നു പിടിച്ച്, 2 കരങ്ങളും തുറന്നു പിടിച്ച് കർത്താവിനെ ഒന്ന് വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ എല്ലാവരും ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഇതാ ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ വിളിക്കുന്നു, ഒരുമിച്ച് വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ. ഏത് പ്രതിസന്ധിയിലും തകർന്നു പോകാതിരിക്കാൻ കർത്താവേ ഞങ്ങൾക്ക് ശക്തി പകരണമേ. കടല് പോലെ സഹനങ്ങൾ അലയടിച്ചു വന്നാലും, കടല് പോലെ വേദനകൾ, കടബാധ്യതകൾ, ബുദ്ധിമുട്ടുകൾ അലയടിച്ചു വരുമ്പോഴും അതിനെയൊക്കെ തരണം ചെയ്യുവാനുള്ള ശക്തി, വിശ്വാസം, അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. 2 കരങ്ങൾ ഉയർത്തി കർത്താവിനെ വിളിച്ച് സ്തുതിച്ചുണരട്ടെ. യേശുവേ എന്ന് വിളിക്കട്ടെ. ഒരുമിച്ച് ഉറക്കെ വിളിക്കാം, ഉറക്കെ വിളിക്കട്ടെ. യേശുവേ. കടൽ പോലെ സഹനങ്ങൾ അലയടി
എല്ലാവരും ചേർന്ന് കടൽ പോലെ സഹനങ്ങൾ അലയടിച്ചെത്തുമ്പോൾ കർത്താവേ തകരാതെ രക്ഷിക്കണേ. ഒരിക്കൽ കൂടി ഈശോയെ നോക്കി ഉറക്കെ ആലപിക്കാം. കടൽ പോലെ സഹനങ്ങൾ അലയടിച്ചെത്തുമ്പോൾ കർത്താവേ തകരാതെ രക്ഷിക്കണേ. മക്കളെ, കർത്താവിന്റെ സന്നിധി നമുക്ക് കൈകൾ കൂപ്പാം. കർത്താവ് അരുളി ചെയ്തില്ലേ, ഞാൻ നിന്നെ രക്ഷിക്കുന്ന കർത്താവാണ്, നിന്റെ രക്ഷയ്ക്കായി നിന്നോട് കൂടെ ഞാനുണ്ടായിരിക്കുമെന്ന്. ഞാൻ നിന്നെ രക്ഷിക്കുന്ന കർത്താവാണ്, നിന്റെ രക്ഷയ്ക്കായി നിന്നോടുകൂടെ ഞാനുണ്ടായിരിക്കുമെന്ന്. എൻ്റെ കർത്താവേ, കടലുപോലെ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്ന് ഞങ്ങളുടെ ദേശത്തുള്ളത്. സാമ്പത്തിക ബുദ്ധിമുട്ട്, ഉള്ള ജോലി നഷ്ടപ്പെട്ടു, കച്ചവടങ്ങളൊക്കെ അടച്ചു പൂട്ടേണ്ടി വരുന്നു, വലിയ കടബാധ്യത കടൽ ജലം പോലെ പൊങ്ങി വരുന്നു. ഇങ്ങനെയൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ആയിരക്കണക്കിന് മക്കൾ ഇതാ കർത്താവേ അങ്ങയുടെ പക്കൽ അങ്ങയെ നോക്കി വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ജീവിതം തകർന്നു പോകുമെന്ന് തോന്നുമ്പോഴൊക്കെ അങ്ങയിൽ ആശ്രയിക്കുവാൻ, അങ്ങയെ വിളിച്ച് പ്രാർത്ഥിച്ച് കർത്താവെ ശക്തി പ്രാപിക്കാൻ, ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഇങ്ങനെയുള്ള സഹനങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ, കടബാധ്യതയുടെ, ജോലി നഷ്ടത്തിൻ്റെ സഹനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അലയടിച്ച് വരുമ്പോൾ കർത്താവെ അതിനെ അതിജീവിക്കുവാനുള്ള കൃപയും കരുത്തും ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് മക്കളെ രണ്ട് കൈകൾ ഉയർത്തിപ്പിടിച്ച്, മക്കളെ രണ്ട് കൈകൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഉറക്കെ വിളിക്കട്ടെ, യേശുവേ എന്ന് വിളിക്കട്ടെ. കർത്താവിനെ നോക്കി ഇനിയും സ്വരമുയർത്തി വിളിക്കാം, ഇനിയും ശബ്ദം ഉയർത്തി വിളിക്കാം. സർവശക്തിയോടെ വിളിച്ചുണരട്ടെ, വിളിച്ചുണരട്ടെ. കർത്താവ് നമ്മളെ രക്ഷിക്കും. ഏത് സഹനങ്ങളെയും അതിജീവിക്കാൻ കർത്താവ് നമുക്ക് ശക്തി നൽകും. വിളിച്ച് പ്രാർത്ഥിക്കാം, യേശുവേ. കടൽ പോലെ സഹനങ്ങൾ അലയടിച്ചെത്തുമ്പോൾ കർത്താവേ തകരാതെ രക്ഷിക്കണേ. എല്ലാവരും കടൽ പോലെ സഹനങ്ങൾ അലയടിച്ചെത്തുമ്പോൾ കർത്താവേ തകരാതെ രക്ഷിക്കണേ. കരങ്ങൾ കൂപ്പാം. ദൈവമായ കർത്താവ് ജോഷുവയോട് പറഞ്ഞു, ജോഷുവ, മോശയോട് കൂടെ എന്നതുപോലെ ഞാനും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ജോഷുവ, മോശയോട് കൂടെ എന്നതുപോലെ ഞാൻ നിന്റെ കൂടെയും ഉണ്ടായിരിക്കും. കർത്താവേ, ഞങ്ങളിതാ അങ്ങയിൽ മാത്രം അഭയം തേടുന്നു. അങ്ങല്ലാതെ ഞങ്ങൾക്കൊരു അഭയ കേന്ദ്രമില്ല കർത്താവേ. ഇതാ അനേകായിരം മക്കൾ രോഗം മൂലം, ഈ മഹാമാരി മൂലം, COVID-19 എന്ന മഹാമാരി മൂലം അങ്ങേയറ്റം വേദനിച്ചും ദുഃഖിച്ചും ദുരിത കയത്തിൽ കൈകാലുകളിട്ടടിക്കുകയാണ്. ഈശോയെ, കര പറ്റാനായിട്ട് ഒരു മാർഗമില്ലാത്ത പോലെ അലയുന്ന മക്കളെ അങ്ങ് കാണണമേ. ഒന്നിന് പിന്നാലെ ഒന്നായി വന്നു കൂടുന്ന രോഗങ്ങൾ മൂലം കർത്താവെ, അനേകം മക്കൾ ഇന്ന് ദുരിത കയത്തിലാണ്. എൻ്റെ പൊന്നു തമ്പുരാനെ, മോശയോട് കൂടെ എന്നതുപോലെ അങ്ങ് രോഗികളായി കഴിയുന്ന എല്ലാവരെയും കൂടെ ഉണ്ടായിരിക്കണമേ. ഈശോയെ, ഹാർട്ട് രോഗികൾ, കിഡ്നി രോഗികൾ, ത്വക്ക് രോഗികൾ, ലിവർ രോഗികൾ, ന്യൂമോണിയ ബാധിച്ചവർ, തളർന്നു കിടക്കുന്നവർ, അപകടത്തിൽപ്പെട്ടവർ, പോസ്റ്റ് കോവിഡ് രോഗങ്ങൾ മൂലം അങ്ങേയറ്റം വേദനിക്കുന്നവർ, അവരൊക്കെ ജീവിതം സഹനം കൊണ്ട് മാത്രം തീർത്തതാണ്. അവർക്ക് കർത്താവെ പറയാൻ ഒറ്റ കാര്യമുള്ളൂ, ജീവിതത്തിലെ സഹനങ്ങൾ, രോഗം മൂലമുള്ള സഹനങ്ങൾ. അവരൊക്കെ സഹിക്കുന്നതിന് ഒരു കയ്യും കണക്കുമില്ല. എൻ്റെ പൊന്നു തമ്പുരാനെ, ഈ ആരാധന സമയത്ത് ഞങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെ സഹനങ്ങളെയും ഒന്നൊന്നായി ഇതാ കോർത്തിണക്കി കാഴ്ചയായി സമർപ്പിക്കുന്നു. ഈശോയെ, അവരുടെ സഹനങ്ങളിലേക്ക്, രോഗത്താൽ വേദനിക്കുന്നവരുടെ സഹനങ്ങളിലേക്ക് അങ്ങ് വരണമേ. മക്കളെ, രണ്ട് കൈകൾ ഉയർത്തുക, രണ്ട് കൈകൾ ഉയർത്തുക.
യേശുവേ എന്നൊന്ന് ഉറക്കെ വിളിച്ച മക്കളെ, ഉറക്കെ വിളിക്കാം, സ്വരമുയർത്തി വിളിക്കാം, ശബ്ദം ഉയർത്തി വിളിക്കണം. നമ്മുടെ വീടുകളിലുള്ള എല്ലാവരും ഇനിയും ശബ്ദം ഉയർത്തി, സ്വരമുയർത്തി വിളിച്ചുണരട്ടെ, വിളിച്ചുണരട്ടെ. കർത്താവ് നമ്മളെ രക്ഷിക്കും, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും, കർത്താവ് നമ്മളെ വഴി നടത്തും. വിളിച്ചു പ്രാർത്ഥിക്കാം, വിളിച്ചു പ്രാർത്ഥിക്കാം. യേശുവേ, കടൽ പോലെ സഹനങ്ങൾ അലയടിച്ചെത്തുമ്പോൾ കർത്താവേ തകരാതെ രക്ഷിക്കണേ. എല്ലാവരും ചേർന്ന് കടൽ പോലെ സഹനങ്ങൾ അലയടിച്ചെത്തുമ്പോൾ കർത്താവേ തകരാതെ രക്ഷിക്കണേ. കൈകൾ കൂപ്പാം മക്കളെ. കർത്താവ് ദൈവമായ കർത്താവ് എങ്ങനെ അരുളി ചെയ്യുന്നു? ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുവിൻ. ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുവിൻ. മക്കളെ, കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തുകയാണ്. കർത്താവ് നമ്മളെ ധൈര്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഏത് പ്രതിസന്ധിയിലും കുടുംബ കലഹങ്ങൾ വല്ലാത്ത വിഷമം ഉണ്ടാക്കുമ്പോൾ ചിതറി തിരിച്ചു പോകുന്നത് പോലെ കുടുംബം പൊട്ടിത്തകരുമെന്ന് തോന്നിയാലും കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുവിൻ. പ്രാർത്ഥന എന്ന ആയുധം കൊണ്ട് മക്കളെ നമുക്ക് നമ്മുടെ കുടുംബത്തെ കൂട്ടിപ്പിടിച്ച് കൂട്ടിച്ചേർത്ത് നിർത്താൻ പറ്റും. അതിനാണ് കർത്താവ് യേശുമിശിഹ പ്രാർത്ഥന തന്നിട്ടുള്ളത്. അപ്പനും അമ്മയും തമ്മിൽ കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ, മാതാപിതാക്കളും മക്കളും തമ്മിൽ ഭിന്നിപ്പുണ്ടാകുമ്പോൾ കുടുംബം തകർന്നു പോകാതിരിക്കാനായി ദിവ്യകാരുണ്യത്തിന്റെ മുന്നിലേക്ക് വന്ന് തീഷ്ണതയോടെ വിളിച്ച് പ്രാർത്ഥിച്ചോ, കർത്താവ് നമ്മളെ രക്ഷിക്കും. ഇരു കരങ്ങൾ ഉയർത്തുക, ഇരു കരങ്ങൾ ഉയർത്തുക. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം, യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ വീടുകളിലെ ഭിന്നിപ്പുകൾ വിട്ടുപോകാൻ, അലസതകൾ വിട്ടുപോകാൻ, ആലസ്യങ്ങൾ മാറിപ്പോകാൻ, ഭിന്നതകൾ വിട്ടുപോകാൻ കർത്താവിനെ വിളിക്കുക. സകല സഹനങ്ങളെയും കർത്താവ് യേശുമിശിഹായിലേക്ക് സമർപ്പിക്കുക. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. യേശുവേ എന്ന് ഉറക്കെ വിളിക്കാം. ഒരുമിച്ച് വിളിക്കട്ടെ മക്കളെ, ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ. കടൽ പോലെ സഹനങ്ങൾ അലയടിച്ചെത്തുമ്പോൾ കർത്താവേ തകരാതെ രക്ഷിക്കണേ. എല്ലാവരും ചേർന്ന് കടൽ പോലെ സഹനങ്ങൾ അലയടിച്ചെത്തുമ്പോൾ കർത്താവേ തകരാതെ രക്ഷിക്കണേ. കരങ്ങൾ കൂപ്പി മുട്ടുകൾ കുത്തുക മക്കളെ. മുട്ടുകൾ കുത്തി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഈശോ അനുഗ്രഹിച്ചു കഴിയുമ്പോൾ സഹനങ്ങളൊക്കെ അത് അനുഗ്രഹത്തിന് കാരണമായി തീരും. രണ്ട് കൈകൾ ഇങ്ങനെ യാചനാരൂപത്തിൽ പിടിച്ചിട്ട് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധ സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും
സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.